സമസ്ത കേരള ജമിയത്തുൽ ഉലമ പണ്ഡിത സഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. ഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിൻ്റെ വഫിയ സംവിധാനത്തിൻ്റെയും ഭാവി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യം. സമസ്ത CIC തർക്കം മഞ്ഞുരുകിയതിന് പിന്നാലെയുള്ള യോഗം ഏവരും ആകാംക്ഷയോടെയാണ് നോക്കുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ യോഗത്തെ കാണുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എപ്പോഴാണ് യോഗം നടക്കുക? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ സമസ്താലയത്തിൽ, കോഴിക്കോട് സമസ്താലയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സമസ്ത പണ്ഡിത സഭയുടെ യോഗം തുടങ്ങിക്കഴിഞ്ഞു. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒപ്പം തന്നെ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ ഉമർ കൊയ്യോട് മുസ്ലിയാർ അടക്കമുള്ള നേതാക്കൾ, മുതിർന്ന മുഷാവറ അംഗങ്ങളാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് CIC-യുമായുള്ള സമസ്തയുടെ അഭിപ്രായ വ്യത്യാസം മഞ്ഞുരുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം യോഗം നീളാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിലുള്ളത്. ഒരുപക്ഷെ ഉച്ചവരെയായിരിക്കും യോഗം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ സമസ്തയുടെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടേക്കും. CIC-യുടെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രധാനമായും ആവിഷ്കരിക്കുന്നത്. നേരത്തെ സമസ്തയും CIC-യും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഹക്കീം ഫൈസി ആദ്രശ്ശേരിയുമായുള്ള സമസ്തയുടെ അഭിപ്രായ വ്യത്യാസമാണ് CIC-യുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കലാശിച്ചിരുന്നത്. അതിനുശേഷം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CIC-യുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഹക്കീം ഫൈസി ആദർശേരി CIC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും പകരം ഹബീബുള്ള ഫൈസി CIC ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഹബീബുള്ള ഫൈസിയും സമസ്തയെ സംബന്ധിച്ച് അനഭിമതനായ ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതാണ്. അതിലും സമസ്തയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ധരിപ്പിക്കുകയും ഇന്നലെ പാണക്കാട് മർവ ഓഡിറ്റോറിയത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ സമസ്ത നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ചില തീരുമാനങ്ങൾ എടുത്തു. അതായത് CIC പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയപ്പെട്ട് സമസ്തയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. അതിൽ പ്രധാനമായും ഇത്രയുമാണ് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത്. വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപ്പാക്കും. മാത്രമല്ല വഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് മാത്രമായി നടത്തപ്പെടും. മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ആ സമിതി ഏതായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ CIC-യുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകുമ്പോൾ തന്നെ സമസ്ത നൽകുന്നതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സമസ്ത നേരത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഒരു സമിതി വരാനുള്ള ഒരു സാധ്യതയും ഇന്നത്തെ യോഗത്തിൽ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഈ യോഗം ചർച്ച ചെയ്യുന്നത്. യോഗം എന്തായാലും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, അധ്യക്ഷതയിൽ ഇവിടെ കോഴിക്കോട് സമസ്താലയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും CIC വിഷയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്ത പണ്ഡിത സമിതിയുടെ യോഗം ആരംഭിച്ചിരിക്കുന്നു. സമസ്ത CIC-യുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. അത് പരിഹരിച്ചതിന് ശേഷമുള്ള യോഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് യോഗത്തെ കാണുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും റിയാസ് KMR ആണ്.